ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ക്ലീനിങ് പിന്നെ ഒരു പാർട്ടി പ്രിപ്പറേഷൻ 2 റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ഇപ്പോൾ ഇതാ ഞാൻ ഓൺലൈനിൽ നിന്നൊരു സംഭവം വാങ്ങിയതാണ്. എഗാരോൻ്റെ ഹൈ പ്രഷർ വാഷറാണ്. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് കുറേ പാർട്സ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. എല്ലാവരും കൂടി ഇതാ പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യാണ്. 2-3 ഹോസും പിന്നെ കുറേ കണക്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ നമുക്കിതാ കാറ്റലോഗ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാ ഓരോന്നും നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിന് ഇതാ ഹാൻഡിലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ്. നമ്മളെ കൂടെ ഇതാ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും ചുറ്റുമുണ്ട്. ഇത് ഹോസ് ഹോൾഡറാണ്. ഹോസൊക്കെ സൈഡിൽ ഇങ്ങനെ നമുക്ക് വെക്കാം. ഞാൻ ഫിറ്റിങ്സൊക്കെ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇനി ഇതാ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഹോസാണ് കണക്ട് ചെയ്യണത്. സൈഡിൽ ഇതാ ഒരു ബട്ടൺ കാണില്ലേ, അതൊന്ന് നീക്കി കൊടുത്താൽ നമുക്ക് ഹോസ് കണക്ട് ചെയ്യാം. പിന്നെ അത് മറ്റേ സൈഡിലേക്ക് തന്നെ നീക്കുമ്പോൾ ഹോസ് ഡിസ്കണക്റ്റ് ആവും. ഈസിയാണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ വെച്ച ഹോസിൻ്റെ മറ്റേ എൻ്റെ ഇതാ ഗണ്ണിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്യാനും പിന്നെ ഡിസ്കണക്ട് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ഇനി ഇത് വെള്ളം എടുക്കാനുള്ള ഹോസ് കണക്ട് ചെയ്യാണ്. ഈ ഗണ്ണിൽ കണക്ട് ചെയ്യാനായിട്ട് പല ടൈപ്പ് നോസിൽസ് ഉണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ റോഡുകളുണ്ട്. ഓരോ നോസിലിനും ഓരോ യൂസാണ് കേട്ടോ. നമുക്ക് കാർ വാഷ് ചെയ്യാൻ, പിന്നെ ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യാൻ, പലതിനും പല നോസിൽസാണ് യൂസ് ചെയ്യുക. കാർ വാഷിൻ്റെ ടൈമിലൊക്കെ സോപ്പ് വാട്ടറൊക്കെ ഫില്ല് ചെയ്യാനുള്ള ബോട്ടിലാണിത്. കാർ വാഷിംഗ് മാത്രമല്ല, നമ്മളെ മുറ്റം ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ചളിയൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് നല്ല ക്ലീൻ ആവും.
നമ്മൾ ചെയ്യുന്ന കണ്ടാൽ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും ചെയ്യേണ്ടി വരും. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ധൈര്യത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. നല്ല പ്രഷറിലാണ് വെള്ളം വരുന്നത്. ചിലപ്പോൾ അവരുടെ മേലൊക്കെ മുറിയാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ കൈഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് കേശയും ഇങ്ങനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ വൈകുന്നേരം എല്ലാവരും കൂടിയിട്ടുള്ള ക്ലീനിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗാരോൻ്റെ ഈ ഒരു ഹൈ പ്രഷർ വാഷർ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ചെറിയ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നല്ല ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇനി നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? വീട്ടിൽ ചോക്ലേറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിക്കോ. നോമ്പൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ചോക്ലേറ്റിനൊന്നും വലിയ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഹോട്ട് ചോക്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്നതാ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുക. 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുക. ടോട്ടൽ നമ്മൾ 2 കപ്പ് പാലാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ പാലിൽ ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നമ്മൾ ഷോപ്പിൽ നിന്ന് നല്ല ഹൈ റേറ്റ് കൊടുത്തിട്ടല്ലേ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ പറയും. ഓക്കെ. അന്ന് രാത്രി ഇതാ നിഷ്കാക്കയും ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അവരിതാ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവർ റോഡ് ട്രിപ്പാണ്, ഒരു 4 days ട്രിപ്പ്. മഹാബലിപുരം, തഞ്ചാവൂർ, പോണ്ടിച്ചേരി ആ ഒരു റൂട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടി പ്രിപ്പറേഷനാണ്. പുഡിങ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നാളെ നെക്സ്റ്റ് ഡേ ഒരു സൽക്കാരമുണ്ട്. നിഷ്കാക്കാൻ്റെ സിസ്റ്റർ വീട്ടിലാണ്. അപ്പോൾ അതിലേക്കുള്ള പുഡിങ്ങൊക്കെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. നിഷ്കാക്കൊന്നും ഉണ്ടാവില്ല,
പരിപാടിക്ക്. ഇത് കുറച്ച് മുന്നേ ഫിക്സ് ചെയ്ത ട്രിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവർ പാർട്ടിക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല ഫീഡ്ബാക്സാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇൻസ്റ്റഗ്രാമിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതിനൊക്കെ ഉണ്ടാക്കി നോക്കിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇത് 3 ട്രേയിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് 6 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ട്രേയിലേക്കാകുമ്പോൾ 2 പാക്ക് പാൽ മതി. അപ്പം എല്ലാതും ഇങ്ങനെ ട്രിപ്പിളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 6 പാക്കറ്റ് പാല്, പിന്നെ 3 മുട്ട ചേർത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കട്ടായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആരൊക്കെ ചോദിച്ചിരുന്നു മുട്ട സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. മുട്ട ആഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും അങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷേ മുട്ട ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി ഇതിലേക്ക് 12 പീസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി ഇങ്ങനെ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതാ 300 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ 6 പാക്കറ്റ് പാലാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 30 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുക്കുന്നത്. അതായത് 2 പാക്ക് പാലിന് 10 ഗ്രാം എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ 30 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലെയുള്ള 3 പാക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ പാലിൻ്റെ മിക്സും നമ്മൾ ഫ്രഷ് ക്രീമും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ 3 ട്രേയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങൊക്കെ ഫുള്ള് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 4 ട്രേയിലേക്കായിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ട്രേയും കൂടി ഉണ്ട്. രാവിലെ ഒക്കെ സെറ്റ് ആയതിനു ശേഷം മേലെ നമ്മൾ ബദാം കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഇതാ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് പാട്ടുപാടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നതാണ്.
പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ പിന്നെ ഇതാ പൊന്നാനിയിൽ നിന്ന് പപ്പയും ഉമ്മയും ഷാസിയും ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ 2 ദിവസം കഴിഞ്ഞാൽ പോവുകയാണ് ദുബായിലേക്ക്. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.